സ്വർണ്ണമയൂരം സ്വർണ്ണമയൂരം ആരാരോ തേടുന്നു അന്തിനിലാവൊളിയെ അമ്മാനം മാനത്തെ തേടുന്നു മുല്ലമുളങ്കുഴലിൽ പിന്നെയും ചാഞ്ചാടും ചെല്ലമഴത്തുള്ളിയേ കനവ് പോലെ പുതു കവിത പോലെ കടൽ പോലെ കാറ്റു പോലെ ഓർമ്മയിൽ ആരാരോ തേടുന്നു അന്തിനിലാവൊളിയെ അമ്മാനം മാനത്തെ അല്ലി മലർക്കിളിയേ മഞ്ഞിൻ തുള്ളിയായി മംഗളം മൊഴിഞ്ഞ മാത്രയിൽ ആരാരോ തേടുന്നു അന്തിനിലാവൊളിയെ അമ്മാനം മാനത്തെ അല്ലി മലർക്കിളിയേ നെഞ്ചിൽ ചാഞ്ഞുറങ്ങവേ പൂ പൊഴിഞ്ഞു വീണു പാട്ടുകൾ ആരാരോ തേടുന്നു അന്തിനിലാവൊളിയെ അമ്മാനം മാനത്തെ അല്ലി മലർക്കിളിയേ കനവ് പോലെ പുതു കവിത പോലെ കടൽ പോലെ കാറ്റു പോലെ ഓർമ്മയിൽ ഞാൻ മോള് തെറ്റൊന്നും ചെയ്തെന്നല്ല പറഞ്ഞത്. പക്ഷേ ചൊല്ലി പറഞ്ഞു കൊണ്ടു നടക്കാൻ അമ്മയില്ല എന്റെ കുട്ടിക്ക്. ആ ഓർമ്മ വേണം. അമ്മ പറഞ്ഞു തരുന്ന പോലൊന്നും പറഞ്ഞു തരാൻ അച്ഛനറിയില്ല. എനിക്ക് മനസ്സിലാവുന്നുണ്ട് അച്ഛ. അച്ഛനൊന്നും പറഞ്ഞില്ലെങ്കിലും എനിക്കറിയാം അച്ഛന്റെ മനസ്സ്. കുറച്ചു ദിവസം കഴിഞ്ഞ് മറ്റൊരു വീട്ടിൽ ചെന്ന് താമസിക്കേണ്ടതാ. ഇവിടുത്തെ സാഹചര്യങ്ങളൊന്നും ആയിരിക്കില്ല അവിടെ. ചിലപ്പോ മോള് പ്രതീക്ഷിച്ച പോലൊന്നും ആയിരിക്കില്ല അനുഭവങ്ങള്. എന്തു വന്നാലും പൊരുത്തപ്പെട്ടു പോകണം. ഇതല്ല, രഘുപതിയുടെ വീടായിരിക്കണം സ്വന്തം വീടായി കണക്കാക്കേണ്ടത്. അച്ഛനോടുള്ളതിനേക്കാൾ സ്നേഹം അവിടെ ഉള്ളവരോടായിരിക്കണം. മരുമകൾക്ക് മകളുടെ ഉത്തരവാദിത്വം മാത്രമല്ല, അമ്മയുടെ ചുമതല കൂടി ഉണ്ടാകണം ചെന്ന് കയറുന്ന വീട്ടിൽ. രഘുപതി വന്നു. സ്വാമി ഒന്നും പറയല്ലേ? ഏയ്,
ആ, നീ എന്താ വൈകിയത്? ഞാൻ വേണി ഒന്ന് കണ്ടു, സംസാരിച്ചെന്നൊരിത്തിരി വൈകി. പിന്നെ വീട്ടിൽ കൊണ്ടുവന്ന് വിട്ടിട്ടാണ് വന്നത്. കഷ്ടായി. വേണിയുടെ അച്ഛനത് വിഷമാവുകയും ചെയ്തു. എന്നുവെച്ചാൽ അടക്കത്തിലും ഒതുക്കത്തിലൊക്കെ വളർത്തിയ കുട്ടിയല്ലേ, തെറ്റെൻ്റെ കയ്യില്ല. വെറുതെ സംസാരിക്കാൻ പിടിച്ചു നിർത്തി, സമയം പോയതറിഞ്ഞില്ല. എന്താ ഞാൻ ഇത്രയും പറഞ്ഞിട്ട് ഒരു പ്രതികരണവും ഇല്ലാത്തത്? അല്ല, വേണിയോടല്ലേ സംസാരിച്ചിത്തിരി വൈകിയെന്ന് വെച്ച് എന്താ കുഴപ്പം? നീ വാ, ആഹാരം എടുത്ത് വെക്കാം. വേണ്ട, ഞാൻ കഴിച്ചു. ഏട്ടൻ്റെ മുഖത്തെന്താ വല്ലാത്തൊരു വാട്ടം? എന്താ ഏട്ടത്തിയമ്മേ? ഏയ്, ഒന്നുമില്ല. ഇന്ന് ഒരുപാട് യാത്ര ചെയ്തു, അതുകൊണ്ടാ. ആഹാരം കഴിച്ചതാണെങ്കിൽ നീ പോയി കിടന്നു. നീ ചെല്ല്. ഏട്ടത്തിയമ്മേ, എന്താ ഇവിടെ എല്ലാവർക്കും സംഭവിച്ചത്? ഒന്നുമില്ലടാ. വെറുതെ പറയല്ലേ ഏട്ടത്തിയമ്മേ. വലിയേട്ടൻ എന്തോ വല്ലാതെ പ്രയാസപ്പെടുന്നുണ്ട്. ഓ, ഇന്ന് കമ്പനിയിൽ കണക്കെടുപ്പ് ദിവസമല്ലായിരുന്നോ? അതിന്റെയൊക്കെ ആയിരിക്കണം. ഞാൻ വിശ്വസിച്ചു എന്ന് വിചാരിക്കരുത്. എന്തെങ്കിലും കാര്യം ഉണ്ടെങ്കിൽ എന്നോടും കൂടെ പറയണം. ഒന്നുമില്ല രഘുപതി, നല്ല കുട്ടിയല്ലേ, നീ പോയി കിടന്നുറങ്ങ്. പേടിച്ചു പോയി എന്റെ കുട്ടി. എന്തെങ്കിലും സംഭവിച്ചു പോരുന്നല്ലോ ദേവി. ഒന്നും വരില്ല, അങ്ങനെ ദോഷമൊന്നും ചെയ്തിട്ടില്ല നമ്മള്. ചെല്ല്, ചെന്ന് കിടക്ക്. നീയും വാ. ഇന്ന് ഞാനിവിടെ കിടന്നോളാം. കുട്ടി രാത്രി എങ്ങനെ പേടിച്ചെഴുന്നേറ്റെങ്കിലോ? ശരി. എന്ത് വൃത്തികേടാ രാജേന്ദ്രൻ നീ ചെയ്തത്? ഒരു കൊച്ചു പെണ്ണിനെ ബലമായിട്ട് വണ്ടി കയറ്റി കൊണ്ടുപോകാന്ന് വെച്ചാ നീ എന്ത് ധൈര്യത്തിലാ ഇങ്ങനെയൊക്കെ ചെയ്തത്? മുൻകൂട്ടി തീരുമാനിച്ചൊന്നും ആയിരുന്നില്ല. അവൾ അഹങ്കാരം പറഞ്ഞപ്പോ പെട്ടെന്ന് അങ്ങനെ തോന്നി. ആരും അന്വേഷിച്ചു വരും തോന്നിയില്ല. എന്നിട്ടെന്താ വഴക്കായി അല്ലേ? തല്ലേപ്പോ തിരിച്ചു തല്ലി. ആദിത്യവർമ്മയെ തല്ലിയോ നീ? ദേഷ്യം വരുമ്പോ ഏത് വർമ്മയാണ് നോക്കിയിട്ടല്ല തിരിച്ചെല്ലുന്നത്. ഇനിയിപ്പൊ എന്ത് ചെയ്യും? ഇതൊന്നും അറിഞ്ഞ രഘുപതി വെറുതെ ഇരിക്കില്ല. എനിക്കാകെ പേടിയാവുന്നു. അങ്ങനെ പേടിച്ച ജീവിക്കാൻ പറ്റുമോ ചന്ദ്രികയെ? വരുന്നിടത്ത് വെച്ച് കാണാം. പറയുമ്പോ എളുപ്പത്തിൽ അങ്ങ് പറയാം. ഇതങ്ങനെ നിസ്സാരമായിട്ടൊന്നും പോവില്ല, നോക്കിക്കോ. മോളെ, നീ അറിഞ്ഞില്ലേ കാര്യങ്ങള്? അറിഞ്ഞു. അവൻ ചെയ്തത് ശരിയായില്ല. ആ പെണ്ണിനെ അങ്ങ് കൊന്നിരുന്നെങ്കിൽ ഇത്ര നാണക്കേടില്ലായിരുന്നു. നിങ്ങൾ അച്ഛനും മക്കളും ഒക്കെ ഒരുപോലെയാ. തല്ലലും കൊല്ലലും ഒക്കെയാ മനസ്സിൽ. എന്റെ മനസ്സിൽ ഇപ്പൊ അതൊന്നും അല്ലമ്മേ. പിന്നെ അവളാ കൃഷ്ണവേണി എന്റെ മനസ്സില്. കമ്പനി ഞാൻ ജോയിൻ ചെയ്തതിന് ശേഷം ഒരുപാട് മോഡൽസ് വന്നിട്ടുണ്ട്. എനിക്ക് മുകളിലേക്കോ എനിക്കൊപ്പമോ വന്നിട്ടില്ലായിരുന്നു ആരും. ഇതിപ്പോ എന്നെക്കാൾ ക്യൂട്ടായിട്ടുള്ള ഒരു ഫിഗർ അവൾ കണ്ടു പരസ്യക്കാര്. അതെന്തുകൊണ്ടാണെന്ന് എനിക്കറിയില്ല. പക്ഷേ എനിക്ക് ജയിക്കണം. മറ്റാരുടെ മുന്നിൽ തോറ്റാലും അവളുടെ മുമ്പിൽ തോൽക്കാൻ പാടില്ല. ഇത് എനിക്ക് രഘുവേട്ടനോടുള്ള വാശിയാ. നാളെ നേരം വെളുക്കട്ടെ. അവൾ പെർഫോം ചെയ്യാതിരിക്കാൻ
എനിക്ക് ചെയ്യാൻ കഴിയുന്നതൊക്കെ ചെയ്യും ഞാൻ. സ്വർണ്ണമയൂരം സ്വർണ്ണമയൂരം നടക്കാൻ പോയില്ലേ നീ ഇന്ന്? ഇല്ല. ഏട്ടത്തിയമ്മേ, ഇവിടെ എന്താ പ്രശ്നം? ഒരു പ്രശ്നവുമില്ല. ഇല്ലെങ്കിൽ പിന്നെ ഇന്നലെ രാത്രി മുതൽ ഇവിടെ എന്താ ഒരു മ്ലാനത? ആരും കാര്യമായിട്ടൊന്നും സംസാരിക്കുന്നില്ല. ഏയ്, നിനക്ക് വെറുതെ തോന്നുന്നതാ. നിനക്കിന്ന് ഇങ്ങോട്ട് പോകണ്ടേ? പോണം. ഏട്ടത്തിയമ്മേ, ഉമേന്തിയെ അവളെ ഇന്ന് പുറത്തേക്കൊന്നും കണ്ടില്ല. അവളെ എഴുന്നേറ്റിട്ടുണ്ടാവില്ല. ഉമേ, എന്തുറക്കാ മോളേത്? എത്ര വൈകിയാലും ചെറിയേട്ടം വരാതെ ഉറങ്ങില്ല എന്ന് പറയാറുള്ള കുട്ടിയാ. ഇന്നലെ നേരത്തെ കിടന്നുറങ്ങി, രാവിലെ തൊട്ട് എണീക്കുന്നുമില്ല. എണീറ്റേ, എന്താ ഇതാ എണീറ്റേ? ഉമേ, 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 എന്താ നിന്റെ കയ്യിലും കഴുത്തിലും ഒക്കെ? എന്താന്ന് ചോദിച്ചു കേട്ടില്ലേ? ഒന്നുമില്ല. ഒന്നുമില്ലേ? കാര്യം പറ. ഒന്നുമില്ല. എനിക്ക് പേടിയാ. ചെറിയേട്ട വഴക്കുണ്ടാക്കാൻ പോ. എടുത്തിമേ, എടുത്തിമേ, എവിടെയവൻ? ആരെ? നിങ്ങളുടെ സൽപുത്രനെ അന്വേഷിച്ചു വന്നാ ഞാൻ. രാജേന്ദ്രൻ എന്തിയെ? അവനെ ശരിക്കും ഒന്ന് കാണാൻ വന്നോ ഞാൻ? അവനിവിടെ ഇല്ല. ഇല്ലേ? ഇല്ലെങ്കിൽ ഞാനത് കണ്ടിട്ടേ പോകുന്നുള്ളൂ. ഞാനിവനെ പറഞ്ഞത് എന്റെ പെങ്ങളെ തന്നെ വേണം നിനക്കല്ലടാ ദ്രോഹിക്കാൻ. എന്റെ വെല്ലിയേട്ടന്റെ ദേഹത്ത് നീ കൈവയ്ക്കൊല്ലടാ. അയ്യോ, അവൻ തല്ലിക്കൊല്ലും നമ്മുടെ മോനെ. അയ്യോ, കൊന്നോ നീ എന്റെ മോനെ? കൊന്നില്ല, പക്ഷെ ഞാൻ കൊല്ലും അവനെ. ഇനി എന്റെ കുടുംബത്താരുടെങ്കിലും നേരെ ഒന്ന് നോക്കിയാ മതി ഇവൻ. അന്ന് കൊല്ലും ഞാനിവനെ. രഘുപതി ചുമ്മാ പറയില്ല ശേഖരമാമ. ഇനി വെളച്ചിലെടുത്തോണ്ട് വന്ന തെക്കേ പറമ്പിൽ ആരുടെ നീളത്തിലൊരു ചെത കൂട്ടി വെച്ചോ, കത്തിക്കേണ്ടി വരുവനെ. കണ്ടോ, ഒരുപാട് തല്ലി അവൻ.
തല്ല കൊണ്ടുപോയി ഞാൻ. പക്ഷെ ഇതവന്റെ അവസാനത്തെ തല്ല. ഇനി ആർക്കെങ്കിലും നേരെ ഉയർത്താൻ കൈ ഉണ്ടാവില്ല അവന്. നീ സമാധാനപ്പെട്. തീർക്കാനുള്ള കണക്കൊന്നും ഇനി വച്ച് താമസിപ്പിക്കില്ല ഞാൻ. കണക്ക് തീർക്കാൻ നല്ലത് പോലീസാണ്, നമ്മളല്ല. വേണ്ട, ഇത് ഞാൻ നേരിട്ട് തീർത്തോളാം. നേരിട്ടൊരു തല്ലിന് പോയാ ജയിക്കുന്ന ഉറപ്പുണ്ടോ നിനക്ക്? പറഞ്ഞിട്ട് പോയതല്ല ഞാൻ കേൾക്കുന്നുണ്ടായിരുന്നു. ഇനി നീ തല്ലാൻ പോയാ കൊല്ലും നിന്നെ രഘുവേട്ടൻ. ആ വാക്കിന് അത്രയ്ക്ക് ബലം ഉണ്ടായിരുന്നു. വീട്ടിൽ കയറി ആക്രമിച്ചതിന് രഘുവേട്ടന്റെ പേര് കംപ്ലൈന്റ് ചെയ്യണം പോലീസിന്. അത് എന്റെയും കൂടി ആവശ്യ. ഈ കല്യാണം നടക്കാൻ ഞാൻ സമ്മതിക്കില്ല വിജയ. അവളെ എനിക്ക് വേണം. നീ എങ്ങനെ നിർബന്ധം പിടിച്ചു എന്ന് വിചാരിച്ച് കല്യാണം നടക്കാതിരിക്കോ? അത്രയ്ക്ക് നിർബന്ധമാണെങ്കിൽ നടത്തിക്കോട്ടെ. പക്ഷേ അതിനു മുമ്പ് ഒരു ദിവസമെങ്കിലും അവളെ സ്വന്തമാക്കും ഞാൻ. അതെന്റെ വാശിയാ. വിജയൻ അറിഞ്ഞുകൂടാ. ഇവിടെ ചേച്ചിയുണ്ടല്ലോ ഗായത്രി, പഠിക്കുന്ന കാലം തൊട്ടേ അവളെ ഞാൻ നോട്ടവിട്ടതാണ്. ജാതകദോഷം ഉണ്ടെന്ന് അറിഞ്ഞുകൊണ്ട് തന്നെ കല്യാണവും ആലോചിച്ചതാ. നടന്നില്ല. നായരുടെ കൂടെ ഇറങ്ങിപ്പോയ അന്തർജനത്തിന്റെ മോനെ പേര് കേട്ട ഇല്ലത്തൂന്ന് പെണ്ണ് തരില്ലല്ലോ. അന്നേ മനസ്സിൽ പകയുണ്ടായിരുന്നു എനിക്ക്. ചേട്ടത്തിയെ കിട്ടിയില്ലെങ്കിലും ഇപ്പൊ അനിയത്തി ഒത്തു വന്നിട്ടുണ്ട്. ഇവളെ ഞാൻ കൈവിട്ട് കളയില്ല. നീ എന്ത് ചെയ്യാൻ പോവാ? എന്ത് ചെയ്യണമെന്നൊന്നും ഞാൻ തീരുമാനിച്ചിട്ടില്ല. പക്ഷെ എന്ത് ചെയ്തിട്ടായാലും കല്യാണം ഞാൻ നടത്തിക്കില്ല. അഥവാ നടന്നാലും എൻ്റെ ആഗ്രഹം സാധിക്കാതെ ഒരുത്തനും കൊണ്ടുപോകില്ല അവളെ. അത് ഞാൻ തീർച്ചപ്പെടുത്തിയ കാര്യമാണ്. സ്വർണ്ണമയൂരം സ്വർണ്ണമയൂരം. എന്താ സച്ചിദാനന്ദ ഇതിൻ്റെയൊക്കെ അർത്ഥം? ഇപ്പോഴുള്ള ഈ കല്യാണ നാടകം കൊണ്ട് തിരശ്ശീല വീഴിക്കാണോ എല്ലാത്തിനും? അല്ല ശേഖരമാമേ, നാടകത്തിന്റെ തുടക്കമാണിത്. ആദ്യ രംഗത്തെ വേഷക്കാരനാണ് ഞാൻ. എന്റെ കല്യാണത്തോടെ ആയിരിക്കും കഥ പറഞ്ഞു തുടങ്ങുന്നത്. ഇതേതാ നീ കണ്ടുപിടിച്ച ഈ പുതിയ ബന്ധം? ഇങ്ങനെയൊരു പെണ്ണിനെ കുറിച്ച് ഞങ്ങളാരും അറിഞ്ഞില്ലല്ലോ ഇതുവരെ. സത്യത്തിൽ ഞാൻ പോലും അറിഞ്ഞിരുന്നില്ല ശേഖരമാമേ. എന്നെ പോലും അത്ഭുതപ്പെടുത്തിക്കൊണ്ടാണ് സീതാലക്ഷ്മിയുടെ എൻട്രി. കണ്ടപ്പോ പിന്നെ കണക്ക് കൂട്ടുകയായിരുന്നു ഞാൻ. രഘുരാമനെ തല്ലാനല്ല, തല്ലിക്കൊല്ലാൻ വരെ എനിക്ക് കിട്ടിയ വടിയാണ് സീതാലക്ഷ്മി. അത് ഞാൻ കളയില്ല. അറിഞ്ഞുകൊണ്ട് വളരെ പ്ലാൻഡായിട്ട് ഞാൻ എറിഞ്ഞ കരുക്കളാണ്. അത് തെറ്റില്ല. എന്നിട്ട് നീ പെണ്ണേതെന്നോ എന്താ അവൾക്ക് രഘുപതിയായിട്ടുള്ള ബന്ധമെന്നോ പറഞ്ഞില്ല. പറയാൻ സമയമാകാത്തോണ്ടാണ് ശേഖരമാമേ. എന്നോടും? അതെ, ശേഖരമാമ പോലും അറിയാൻ സമയമായിട്ടില്ല. എനിക്കറിയണ്ട. പക്ഷേ സച്ചിദാനന്ദൻ കണക്ക് കൂട്ടുമ്പോൾ പഴച്ചു പോകുന്നത് എൻ്റെ നീക്കങ്ങളും ആഗ്രഹങ്ങളുമാ. കാശ് കണ്ടുവച്ചിട്ടായാലും രഘുപതിയെ എൻ്റെ മോൾക്ക് കിട്ടണമെന്ന് തീരുമാനിച്ചിരുന്നാ ഞാൻ. ഈ കല്യാണം നടക്കാൻ സമ്മതിക്കില്ലെന്ന് സച്ചിദാനന്ദൻ എനിക്ക് ഉറപ്പ് തന്നിരുന്നതാ. പക്ഷേ ഒക്കെ തകിടം മറിയുന്ന നോക്കിയിരിക്കേണ്ട ഗതികേടില്ല ഞാൻ. അല്ല ശേഖരമാമേ, ആദിത്യവർമ്മയുടെ തറവാട്ട് സ്വത്തിന്റെ നേർപകുതി ശേഖരമാമയ്ക്കായിരിക്കും, ബാക്കി എനിക്കും. രഘുരാമൻ കൃഷ്ണവേണിയെ കെട്ടുന്നെങ്കിൽ അങ്ങ് കെട്ടട്ടെ. കല്യാണം കഴിഞ്ഞാൽ പിന്നെ ദിവസങ്ങൾ എണ്ണിക്കോ ശേഖരമാമേ അവർ തമ്മിൽ പിരിയാൻ. വന്ന് കയറുന്ന കൃഷ്ണവേണിക്ക് ജീവിതം നരകമാവാൻ പോവാ. അവൾക്ക് സീതാലക്ഷ്മി എന്നെ കഴുമരം പണിത് കൊടുക്കും, നോക്കിക്കോ. സത്യാണോ ലച്ചു നീ പറഞ്ഞത്? രഘുവേട്ടന്റെ ഏട്ടനാണോ നിന്റെ രാമൻ? നീ കാട്ടിൽ വെച്ച് കണ്ട നിന്റെ രാമൻ? അതെ. എന്റെ ഈശ്വര, എനിക്ക് വിശ്വസിക്കാനേ പറ്റുന്നില്ല. നമ്മളെ അന്വേഷിച്ച് നടന്നത് മുഴുവൻ അയാളെയാണോ? അപ്പോ അന്ന് പെണ്ണ് കാണാൻ വന്നപ്പോ അന്ന് കണ്ടില്ലേ നീ? ഇല്ല. ഓ ശരിയാ, അന്ന് രഘുവേട്ടനും സച്ചൂരിനും കൂടെ വരുന്നതിന് മുമ്പ് നീ തിരിച്ചു പോന്നിരുന്നു. ദൈവത്തിന്റെ ഒരു പരീക്ഷണം നോക്കി ലച്ചു. ഒരു 10 മിനിറ്റ് കൂടെ താമസിച്ച് നീ പോന്നിരുന്നെങ്കിൽ ഈ അലച്ചിലിന്റെ വല്ല ആവശ്യം ഉണ്ടായിരുന്നോ? നേരിട്ട് കണ്ടുകൂടായിരുന്നു നിന്റെ രാമനെ? എല്ലാത്തിനും ഓരോ സമയമുണ്ട് മോളെ. വിധി പോലെയൊക്കെ നടക്കൂ. അപ്പോ
നകുലിനെന്താ കല്യാണം കഴിഞ്ഞു എന്നൊക്കെ പറഞ്ഞത്? അത് മോള് പറഞ്ഞതുപോലെ ഏതോ ഫോട്ടോ എടുത്ത് കൂട്ടി ഒട്ടിച്ചതാ കമ്പ്യൂട്ടറിലേ. എനിക്കറിയായിരുന്നു അത് നുണയാന്ന്. ഇക്കാലത്ത് ഫോട്ടോഗ്രാഫ് കാണിച്ചാ ആരെങ്കിലും വിശ്വസിക്കോ? എന്തായാലും സമാധാനമായി, മനസ്സമാധാനമായി. എന്നാലും ദൈവത്തിനറിയാം നമ്മുടെ സ്നേഹം. അതുകൊണ്ടല്ലേ ഒരു വീട്ടിലേക്ക് കയറി ചെല്ലാനുള്ള ഭാഗ്യം നമുക്കുണ്ടായത്. നിനക്കെന്താ ലച്ചു ഒരു സന്തോഷക്കുറവ് പോലെ? ഇത്രയും കാലം പ്രാർത്ഥിച്ചതൊക്കെ നടന്നില്ലേ? നിന്റെ രാമനെ കണ്ടുകിട്ടിയപ്പോ കഷ്ടപ്പാടൊക്കെ തീർന്നില്ലേ? അതെ, ഇനി കഷ്ടകാലം ഒന്നുമില്ല. എന്നിട്ടെന്താ നീ ഒന്ന് തെളിഞ്ഞു ചിരിക്കാത്തത്? അത് പിന്നെ അവൾക്ക് ആകെ ഒരു അതിശയ. ഇപ്പോഴും എല്ലാം നഷ്ടപ്പെട്ടു എന്ന് സങ്കടപ്പെട്ടിരിക്കുമ്പോ നിധി പോലല്ലേ കയ്യിലേക്ക് ജീവിതം തിരിച്ചു കിട്ടിയത്. ഒക്കെ തിരിച്ചു കിട്ടും. അത്രയ്ക്കൊന്നും വേദനിപ്പിക്കില്ല ഈശ്വരൻ. നിന്റെ കുട്ടി അച്ഛനില്ലാതെ വളരില്ല ലച്ചു. അത്രയ്ക്ക് പാപമൊന്നും നമ്മൾ ചെയ്തിട്ടില്ല. ഒക്കെ ഈശ്വര നിശ്ചയ. നമ്മൾ രണ്ടുപേരും ഒരേ വീട്ടിലേക്ക് ഒരേ മുഹൂർത്തത്തിൽ കടന്നെല്ലാം പോവാ. അതല്ലേ മോളെ ഏറ്റവും വലിയ അനുഗ്രഹം.